കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും കാറ്റിലും കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലും വൻ കൃഷിനാശം. ഏകദേശം 1 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി കൃഷിവകുപ്പ് അധികൃതർ പറഞ്ഞു. വേനൽ മഴയ്ക്കൊപ്പമുണ്ടായ കാറ്റിലാണ് കോതമംഗലത്തും സമീപ പഞ്ചായത്തുകളിലും വൻ കൃഷിനാശമുണ്ടായത്. കോതമംഗലം ബ്ലോക്കിന് കീഴിൽ കോതമംഗലം മുനിസിപ്പാലിറ്റി പരിധിയിലാണ് ഏറ്റവുമധികം വിളനാശം ഉണ്ടായത്. ഏകദേശം 1 കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനമെന്ന് കൃഷിവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയമോൾ തോമസ് പറഞ്ഞു. 1 കോടി രൂപയോളമുള്ള നാശനഷ്ടങ്ങളാണ് ഞങ്ങൾ പ്രാഥമികമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും വാഴ, ജാതി, റബ്ബർ, കമുക് എന്നിവയ്ക്കാണ് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. കോതമംഗലം ബ്ലോക്കിലെ കോതമംഗലം മുനിസിപ്പാലിറ്റി, കോട്ടപ്പടി, കീരമ്പാറ, വാരപ്പെട്ടി, നെല്ലിക്കുഴി, പോത്താനിക്കാട്, കുട്ടമ്പുഴ തുടങ്ങിയ എല്ലാ പഞ്ചായത്തുകളിലും വേനൽ മഴയുടെ ഭാഗമായിട്ട് കാറ്റടിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കുന്നത് കൃഷിയെ തന്നെയാണ്. ചൂട് കൂടുന്നു, അതിവർഷം ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ കൃഷിക്ക് വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ചൂട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിളകളുടെ വിളവ് കുറയുന്നു. അതായത് പോളിനേഷനെയൊക്കെ അമിതമായ ചൂട് ബാധിക്കുന്നുണ്ട്. അതുകൂടാതെ വലിയ ചൂടുണ്ടായതിന് ശേഷം വരുന്ന സൈക്ലോണുകൾ അങ്ങനെയുള്ളതെല്ലാം നമ്മുടെ കൃഷിക്ക് ഒത്തിരിയേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. വാഴ, തെങ്ങ്, ജാതി, കവുങ്ങ്, റബ്ബർ എന്നീ വിളകൾക്കാണ് ഏറ്റവുമധികം നാശനഷ്ടം ഉണ്ടായത്. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത വിളകൾക്കും സർക്കാർ ധനസഹായം നൽകുന്നുണ്ടെന്നും ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചതായും കൃഷിവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, KCB ന്യൂസ്.